ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫേസിലുണ്ടാകുന്ന റിങ്കിൾസ് ഒക്കെ നമുക്ക് എത്രത്തോളം നമ്മളുടെ ശ്രദ്ധ കൊണ്ട് നമുക്കത് കുറയ്ക്കാൻ പറ്റും. പിന്നെ വയസ്സായവരുടെ കാര്യം, നമുക്ക് 60 മുകളിലുള്ളവരുടെ കാര്യം നമുക്കത് അത്ര സൊല്യൂഷനായിട്ട് നമുക്ക് കിട്ടില്ല. എന്നാൽ ഒരു 30 വയസ്സിന് ശേഷമുള്ള സ്ത്രീകളായാലും പുരുഷന്മാരും ഇന്ന് നേരിടുന്ന ഇത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഇന്ന് റിങ്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്ക് ശാശ്വതമായിട്ട് കുറയ്ക്കാമെന്നുള്ളതാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില രീതികളിലൂടെ നമുക്കത് കുറയ്ക്കാൻ പറ്റും. അത് കൂടുതൽ ട്രീറ്റ്മെൻറ്റൊന്നും എടുക്കാണ്ട് ഇപ്പോൾ പൈസ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാകും. കാരണം എല്ലാവരും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കണം എന്നില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് സ്കിൻ കെയർ റുട്ടീൻസ് ഒക്കെയാണ്. അപ്പോൾ അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഒരു 80% നമുക്ക് 80% ഞാനിപ്പോൾ ഒരു മിനിമം പറഞ്ഞതാണ്, അപ് ടു 95% വരെ നമുക്ക് എന്തായാലും കുറയ്ക്കാൻ പറ്റും. ഞാനീ പറയുന്ന ആ ഒരു റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നമുക്കിനി കൂടുതൽ വളർച്ചയില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ജനറേഷൻ ഫേസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് റിങ്കിൾസ് ആണ്. അതായത് നമ്മുടെ കണ്ണിന് ചുറ്റും, അതുപോലെ നമ്മൾ ചിരിക്കുന്ന സമയത്ത് ചിരിക്കും വന്ന റിങ്കിൾസ് ഒക്കെ നാച്ചുറലാണ്. അതിനുശേഷം ചിരി വിട്ട്, അതായത് ചിരി കഴിഞ്ഞ് നമ്മുടെ ഫേസ് നോർമലായിട്ടിരിക്കില്ലേ, ആ സമയത്തും നമ്മുടെ ഫേസിൽ, അതായത് നെറ്റി, അതുപോലെ കണ്ടി ഭാഗം, ഈ ഒരു ഏരിയയിലൊക്കെ റിങ്കിൾസ് വരുന്നത് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു ശോകമായിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടില്ല. കാരണം നമ്മുടെ സ്കിൻ പെട്ടെന്ന് തന്നെ വയസ്സായ പോലത്തെ അവസ്ഥ വരും. അപ്പോൾ നമുക്ക് ആർക്കത് അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് നമ്മുടെ ഫേസും അതുപോലെ നമ്മുടെ ശരീരഭാഗങ്ങളൊക്കെ എത്തുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കില്ലേ. അതുപോലെ കൈയൊക്കെ ചുളിഞ്ഞ് ആകെ ഭയങ്കര വയസ്സന്മാരെ പോലെ ഇരിക്കും. ഇപ്പോൾ തന്നെ അങ്ങനെയുള്ളവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇപ്പോൾ എല്ലാവരും ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന പ്രശ്നമാണിത്. അപ്പോൾ നമ്മുടെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്, നിങ്ങൾ ആരും വിഷമിക്കേണ്ട, സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. മെയിനായിട്ട് നമുക്ക് പെട്ടെന്ന് വയസ്സായും തോന്നിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്തെന്ന്, നമ്മുടെ ഫേസിന് ചുളിവുകൾ ഉണ്ടാക്കുന്നു, മുടി നരയ്ക്കുന്നു, മുടി കൊഴിച്ചിലുണ്ടാക്കുന്നു. ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് ഈ സാധാരണ വയസ്സായവർ കാണുന്ന മെയിൻ സിംറ്റംസ് ഒക്കെയാണ് നമുക്ക് ഇപ്പോഴത്തെ തലമുറയിൽ ഒരു സത്യം പറഞ്ഞ 25-ന് മുകളിൽ ഏജ് ഉള്ളവർ തൊട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഇതെന്ന് പറയുന്നത്. എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് പോലെ കൊറിയൻ ഗ്ലാസ് സ്കിന്നാണ്. പക്ഷേ എല്ലാവർക്കും അത് നടക്കണമെന്നില്ല. അങ്ങനെ ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മൾ അതിനനുസരിച്ചുള്ള കുറച്ച് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കേണ്ടി വരും. അതുപോലെ കെമിക്കൽ പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ എല്ലാവർക്കും അത്ര ഇതെല്ലാം അഫോർഡബിൾ ആവണം എന്നില്ല. പ്രൊഡക്ട്സിനൊക്കെ ആണെങ്കിലും ഭയങ്കര റേറ്റ് കൂടുതലുള്ള സമയമാണ്. കൂടുതൽ സമയം എന്നല്ല, അതിൽ അടങ്ങിയിട്ടുള്ള കണ്ടൻറ്റിനനുസരിച്ചിരിക്കും, അതുപോലെ അതിൻ്റെ റിസൾട്ടിനനുസരിച്ചിരിക്കും അതിൻ്റെ റേറ്റ് കൂടുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അപ്പോൾ എല്ലാവർക്കും അത് താങ്ങാൻ പറ്റണമെന്നില്ല. അപ്പോൾ സാധാരണക്കാർക്കും അവരുടെ സ്കിൻ കുറച്ചുകൂടി ഗ്ലോ ആയിട്ടിരിക്കാനും ടൈറ്റനൊക്കെ ആയിട്ട് നല്ല രസമായിട്ടിരിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ചെയ്യുക എന്നുള്ളത്, നമ്മുടെ സ്കിൻ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 5-6-7 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിൻ കുറച്ച് നല്ല രീതിയിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഞാനീ പറയുന്നതിൽ ഏറ്റവും ആദ്യം വരുന്നത് ഡീഹൈഡ്രേഷൻ ആണ്. എന്ന് വെച്ചാൽ എന്താണെന്നില്ലേ, അതായത് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യത്തിന് അളവിൽ നമ്മൾ വെള്ളം കുടിക്കാത്തത്. നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നോ അതനുസരിച്ച് നമ്മുടെ സ്കിന്നും നമ്മുടെ ശരീരമൊക്കെ നല്ല ഗ്ലോ ആയിട്ടിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റിങ്കിൾസ് ഫോം ചെയ്യാം, സ്കിന്നിലേക്ക് ചുളിഞ്ഞു തുടങ്ങാം. മനസ്സിലായോ? അത് പിന്നെയുള്ളതെന്ന് പറയുന്നത് പുകവലിക്കുന്നവർ എന്തായാലും ഈ ഒരു പ്രോബ്ലം എന്തായാലും ഫേസ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവർ അതൊന്ന് കുറയ്ക്കുക. പിന്നെയുള്ള മൂന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ, ഈ സ്ഥിരമായിട്ട് വെയിൽ കൊള്ളുന്നവരില്ലേ, ചിലവരുടെ ജോലി സംബന്ധമായിട്ട് അവർക്ക് വെയിൽ കൊള്ളേണ്ടി വരും. അപ്പം അങ്ങനെയുള്ളവർ, വെയിൽ കൊള്ളുന്നവർ എന്തായാലും ഈ ഒരു സ്കിൻ ചുളിവ് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം അവർക്ക്. പിന്നെ ഈ ഡ്രൈ സ്കിൻ ഉള്ളവരുണ്ടല്ലോ, ഡ്രൈ സ്കിന്നവർ ഉറപ്പായിട്ടും ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് ഇതിൻ്റെ റിങ്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രൈ സ്കിന്നിൽ ലെയേഴ്സ് അറിയില്ലേ, എപ്പിഡെർമിസ്, ഡെർമിസ്, സബ്ഡെർമിസ്. അപ്പോൾ ഇതിൽ ഡെർമിസ് എന്ന് പറഞ്ഞ ലെയറാണ് നമ്മുടെ സെക്കൻഡ് ലെയർ. അതായത് ഇപ്പോൾ കാണുന്നതാണ് എപ്പിഡെർമിസ്, നമ്മുടെ ഔട്ടർ സ്കിൻ എന്നുള്ളത് എപ്പിഡെർമിസും, അതിന് താഴെയുള്ള രണ്ടാമത്തെ ലെയറാണ് ഡെർമിസ്. ഈ ഡെർമിസിൻ്റെ കട്ടി കുറയുന്നത് മൂലം നമ്മുടെ സ്കിന്നിന് ചുളിവുകൾ വരാം. അപ്പോൾ അതും ഒരു മെയിൻ റീസൺ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ, അതായത് ഫേസിനൊക്കെ ഷേപ്പ് തരുന്നൊരു ഘടകം എന്ന് പറയുന്നത് കൊഴുപ്പാണ്. ഈ കൊഴുപ്പിൻ്റെ കട്ടി കുറയുന്നത് മൂലവും നമ്മുടെ ഫേസിന് ചുളിവ് വരാം. പിന്നെ പറയുന്ന വേറൊരു കാര്യമാണ്, നമ്മൾ പൊല്യൂഷൻ കൂടുതലായിട്ട് നമ്മുടെ ഫേസിലും ശരീരത്തിലേക്ക് കൊള്ളുന്നത്. അതായത് ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ അന്തരീക്ഷം ഫുള്ള് പൊല്യൂട്ടഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ
അത്തരത്തിലുള്ള ഈ പൊല്യൂഷൻസ് ഒക്കെ നമ്മുടെ ഫേസിലും അതുപോലെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റിങ്കിൾസ് ഒക്കെ വരാം. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ 5-6 കാര്യങ്ങളാണ് നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. മനസ്സിലായോ? അതായത് വെള്ളം ഏറ്റവും മെയിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. ഇപ്പോൾ വെയിൽ കൊള്ളാനായിട്ട് നമുക്ക് എന്തായാലും കുടയില്ലാത്തവർ പുറത്തോട്ടിറങ്ങുന്ന സമയത്ത് വെയിൽ കൊണ്ടേ പറ്റും. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗ്ഗം നിങ്ങൾ സ്വീകരിക്കണം. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റുകളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് നല്ലപോലെ വെള്ളം കുടിക്കുക. മിനിമം ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് ഡെയിലി കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം മൊത്തം ഡീഹൈഡ്രേറ്റ് ആകും. അതുപോലെ തന്നെ നമ്മുടെ ഫേസും നല്ലപോലെ ഗ്ലോ ആകും. ആ റിങ്കിൾസൊക്കെ കുറച്ച് നമുക്ക് നല്ല സുന്ദരന്മാരായിട്ട് ജീവിക്കാൻ പറ്റും. മനസ്സിലായി? അതിപ്പോൾ നമ്മൾ എത്ര നാൾ ജീവിക്കുന്ന അത്ര കാലം നമ്മൾ നല്ലപോലെ വെള്ളം കുടിക്കുക. സാധാരണ എല്ലാവരും വെള്ളം കുടിക്കാൻ മറന്നു പോകും. അങ്ങനെ മറന്നു പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് നോക്കേണ്ടതല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഡെയിലി മിനിമം ഒരു 2 ലിറ്റർ, ഏറ്റവും കുറഞ്ഞ 2 ലിറ്റർ, ശരിക്കും ഒരാൾ കുടിക്കേണ്ടത് 3 ലിറ്ററാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തവരുടെ കാര്യമാണ് ഞാൻ പറയണത്. ഡെയിലി വെള്ളം കുടിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് പറയാനുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. ഇന്ന് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. ചില കാര്യങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം, അതായത് ചില പാക്കുകൾ, ചില എന്താ പറയുക മാസ്കുകൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ച് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം കൊണ്ട് നമുക്ക് റിങ്കിൾസ് കുറയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതൊക്കെ നോക്കിയാലോ. നമ്മുടെ ഫേസ് ഡ്രൈ ആയിട്ടുള്ളവർ മെയിനായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫേസ് ഡ്രൈ ആയവർ മാത്രമല്ല, എല്ലാവരും മോയ്സ്ചറൈസർ ഉപയോഗിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും മോയ്സ്ചറൈസറിൻ്റെ എലമെൻറ്റ്സ് ഒന്നും പറ്റണമെന്നില്ല, കണ്ടൻറ്റൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർ ഇപ്പോൾ പണ്ട് തൊട്ട് സ്ഥിരമായിട്ട്, ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ കുളിക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് മുഖത്ത് തേക്കും. എല്ലാവരും അങ്ങനെ തേക്കണം ഞാൻ പറയുന്നില്ല. അങ്ങനെ ചെയ്ത് ശീലമുള്ളവരാണെങ്കിൽ അവർക്ക് വേറെ അങ്ങനെ കുരുക്കളൊന്നും അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഓയിൽ മസാജ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം സ്കിൻ കുറച്ച് ഗ്ലോ ആയിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഓൾറെഡി തന്നെ നമ്മുടെ ഫേസിലുള്ള ഡ്രൈനെസ് ഒക്കെ മാറി ഒരു തിളക്കം നമ്മുടെ ഫേസിൽ വരും. അപ്പോൾ അങ്ങനെ അത് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർ അത് ചെയ്യുക. അതല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. മോയ്സ്ചറൈസർ ഉപയോഗിക്കുമ്പോഴാണെങ്കിലുണ്ടല്ലോ ഈ ഡ്രൈ സ്കിന്നുകാർ എപ്പോഴും ക്രീമി ടെക്സ്ചറുള്ള മോയ്സ്ചറൈസർ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതല്ല ഈ പറഞ്ഞ ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ ഉപയോഗിക്കാൻ ശ്രമിക്കുക. മനസ്സിലായോ? അപ്പോൾ ഈ രണ്ടും നമ്മളെന്തായാലും ശ്രദ്ധിക്കുക. മോയ്സ്ചറൈസർ മസ്റ്റാണ്. അതുണ്ടെങ്കിൽ മാത്രമേ കുറച്ച് ഹൈഡ്രേറ്റ് ആയിട്ട് നമുക്ക് തോന്നുള്ളൂ ഫേസ്. പിന്നെന്താ പറയുക, പിന്നെ ഈ പാരൻസിനൊക്കെ തന്നെ ഡയബറ്റിക് ഉള്ളവരാണെങ്കിൽ നമുക്കും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ റിങ്കിൾസിൻ്റെ എഫക്റ്റ് ഉണ്ടാകും. പിന്നെന്താ പറയുക, പിന്നെ തൈറോയിഡ് ഉള്ളവർക്കാണെങ്കിലും ഈ പറയുന്ന റിങ്കിൾസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കിടക്കുന്ന സമയത്ത് മാക്സിമം മലർന്ന് കിടക്കുക, അതല്ലെങ്കിൽ ചരിഞ്ഞ് കിടക്കുക. ഒരിക്കലും കമഴ്ന്ന് കിടക്കാൻ ശ്രമിക്കരുത്. കാരണം കമഴ്ന്ന് കിടക്കുമ്പോഴേക്കും നമ്മൾ ഫേസ് ഭയങ്കരമായിട്ട് പ്രസ് ചെയ്തിട്ടാണ് കിടക്കണം. നമ്മളിങ്ങനെ കമഴ്ന്ന് കിടക്കുമ്പോൾ നമ്മുടെ ഈ ഭാഗങ്ങളെല്ലാം അതായത് തലയണയോടുകൂടി അമർന്നങ്ങനെ കിടക്കും. കമഴ്ന്ന് കിടക്കാണ്ട് മാക്സിമം ശ്രമിക്കുക. അതൊക്കെ ഒരു റീസണാണ് ഇതേപോലെ റിങ്കിൾസ് വരാനായിട്ട്. പിന്നെ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം ഉണ്ടാവില്ല, ടി വി കാണുന്നു അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയോട് വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഫേസ് ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുക. ഇങ്ങനത്തെ ഒരു മസാജൊക്കെ ഇല്ലേ, റൗണ്ട് മസാജൊക്കെ ചുമ്മാ ഇങ്ങനെ ഫേസിൽ കൊടുത്തുകൊണ്ടിരിക്കുക. അതുപോലെ പിരികത്തിനാണെങ്കിൽ ഇങ്ങനെ താഴ്ത്തോട്ട് അങ്ങനെ നമുക്ക് പറ്റുന്ന ചെറിയ മസാജുകൾ നമ്മുടെ ഫേസിൽ കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ എത്രത്തോളം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്ന ആ ഒരു രീതിയിൽ മാത്രമേ നമ്മുടെ ഫേസ് ഗ്ലോ ആയിട്ടിരിക്കുള്ളൂ. അപ്പോൾ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇതേപോലത്തെ ഒരു 5 to 10 മിനിറ്റ്സ് മസാജ് മസ്റ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഓർക്കുമ്പോഴെങ്കിൽ നിങ്ങളത് കൊടുക്കുക. അതിങ്ങനെ ഏത് ടൈമും അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ എപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്നു ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് സത്യം പറഞ്ഞാൽ ആരെങ്കിലും ചെയ്തു തരണമെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇപ്പോൾ ചെയ്തു തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സ്വന്തമായിട്ട് ചെയ്താൽ മതി. കൈകൊണ്ട് ഇങ്ങനെ ഓടിക്കുക, ഇങ്ങനെ ഓടിക്കുക. അതുപോലെ പിരികത്തിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരിക. കവിളെല്ലാം റൗണ്ട് മസാജ് മുകളിലോട്ട്, ഇങ്ങനത്തെ കുറച്ച് ചെറിയ മസാജൊക്കെ ഉണ്ടെങ്കിൽ തന്നെ സ്കിൻ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്ലോ ആകും. അപ്പോൾ അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ കൂടി നല്ല ക്ലിയർ സ്കിന്നായിട്ട് മാറും. പിന്നെയുള്ള മെയിൻ ഒരു കാര്യമാണ് നമ്മൾ സ്വീറ്റ്സ് അവോയ്ഡ് ചെയ്യുക. അതുപോലെ ഓയിൽ കണ്ടൻ്റായിട്ടുള്ള ഫുഡെല്ലാം അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഇതിൽ ഈ സ്വീറ്റ് കണ്ടൻറ്റ് കുറയ്ക്കാൻ പറയാൻ കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഡയബറ്റീസ് ഒക്കെ ആവുകയാണെങ്കിൽ നമ്മുടെ കൊളാജിൻ ബ്രേക്ക് ആകും. കൊളാജിൻ, ഇലാസ്റ്റിൻ എന്ന് പറഞ്ഞ 2 പ്രോട്ടീൻസാണ് നമ്മുടെ സ്കിൻ ടോൺ ക്ലിയർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഡയബറ്റിക് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ രക്തത്തിൽ കൊളാജിൻ ബ്രേക്ക് ഡൗൺ ആകും. അതോടുകൂടി തന്നെ നമ്മുടെ സ്കിൻ ടോൺ
കാര്യത്തിലും തീരുമാനം, അതായത് റിങ്കിൾസ് വരാം, പല പല ഏഹ്, നമ്മുടെ സ്കിൻ ടോൺ തന്നെ മാറി ഭയങ്കര കുളമാക്കി തരും ഈ പറഞ്ഞ ഇതിൽ ബ്രേക്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തായാലും അത് മാക്സിമം സ്വീറ്റ് അവോയ്ഡ് ചെയ്യുക, ആവശ്യത്തിന് കഴിക്കുക, അല്ലാണ്ട് വലിച്ചു വാരി മധുരം തിന്നുന്ന ഒരു സ്വഭാവം തന്നെ മാറ്റുക. അപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ മാക്സിമം നമുക്ക് നമ്മുടെ സ്കിന്നിന് കെയർ ചെയ്യാൻ പറ്റുന്നത് പോലെ ഇപ്പോഴത്തെ ഈ ഒരു റിങ്കിൾസിൻ്റെ പ്രോബ്ലം തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് ടിപ്പുകളും കൂടി ഉണ്ട്. അതായത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞ കാര്യങ്ങളല്ലാണ്ട് ഇത് നമുക്ക് ഫേസിലേക്ക് കുറച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെതൊക്കെയാണെന്ന് നോക്കിയാലോ. ഇതിൽ ഏറ്റവും ആദ്യം വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എഗ് വൈറ്റ് ആണ്. എഗ് വൈറ്റ് ഇല്ലേ നമ്മുടെ സാധാരണ, അത് കുറച്ചെടുത്തിട്ട് നമ്മുടെ ഫേസിലേക്ക് ഒരു ബ്രഷ് വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ചോ നമുക്ക് തേച്ച് കൊടുക്കാം. തേച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ മിണ്ടരുത്. നമ്മുടെ സ്കിൻ എങ്ങനെയാണോ ഇരിക്കുന്നത്, അതായത് നമുക്ക് ആമാൻ കൂളായിട്ട് ഇരിക്കില്ലേ, അതുപോലെ ഇരിക്കുക. പിന്നെ സംസാരിക്കുക അങ്ങനെയൊന്നും പാടില്ല. കാരണം ഇത് ടൈറ്റ് ആയിക്കുന്നതനുസരിച്ച് നമ്മുടെ സ്കിൻ ചുളുങ്ങും. ആ ചുളുക്കൽ നമ്മുടെ ഫേസിലും കറക്റ്റായിട്ട് വരും. പിന്നെ നമ്മൾ എത്ര മാറ്റാൻ ശ്രമിച്ചാലും അത് മാറില്ല. അതുകൊണ്ട് എഗ് വൈറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ സംസാരിക്കരുത്. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു കാര്യമാണ് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. ഉപ്പിടാത്ത കഞ്ഞിവെള്ളം ഇരിക്കണം കേട്ടോ, അല്ലാണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ടുള്ളതാണെങ്കിൽ അത് അത്ര നല്ലതായിരിക്കില്ല. അപ്പം മാക്സിമം എല്ലാവരും ഉപ്പിടാത്ത കഞ്ഞിവെള്ളം ഇല്ലേ, ആ കഞ്ഞിവെള്ളം നമുക്ക് വേണമെങ്കിൽ ഒരു ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ബോട്ടിലില്ല അതിലേക്ക് ആക്കിയിട്ട് ജസ്റ്റ് സ്പ്രേ ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു ചെറിയൊരു മസാജ് കൊടുത്തതിന് ശേഷം അപ്പോഴും നമ്മൾ മിണ്ടരുത്. കാരണം ഇതും ടൈറ്റ് ആകും. ഒരു പശ പോലത്തെ സംഭവമല്ലേ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ അത് ടൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിരിക്കുന്നതനുസരിച്ച് അതിങ്ങനെ ടൈറ്റായിട്ട് അവിടെ ഇവിടെയൊക്കെ റിങ്കിൾസ് പോലെയൊക്കെ വരും, മനസ്സിലാവും. അപ്പോൾ കഞ്ഞിവെള്ളം ബെസ്റ്റ് ഓപ്ഷൻ. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാട്ടർ സ്പ്രേ ഇല്ല, അതായത് സ്പ്രേ ബോട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ രണ്ടും കഞ്ഞിവെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് തേച്ച് എല്ലായിടത്തും പിടിപ്പിക്കുക. അതിനുശേഷം ഉണങ്ങിയ ശേഷം നല്ലപോലെ കൈ കൊണ്ട് തന്നെ വാഷ് ചെയ്ത് കളയുക. ഇതാണ് രണ്ടാമത്തെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞതാണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ പൊടിക്കൈകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ഫേസ് മാസ്കുകളുണ്ട്. അതായത് നമുക്ക് രാത്രി ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ ടൈം പോലെ ഇരിക്കും, നമ്മൾ ഏതാണ് ഫ്രീ ടൈം കിട്ടുന്നത് ആ സമയത്ത് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫേസ് മാസ്ക് ഉണ്ട്. അതെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫേസ് മാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ രക്തചന്ദനമില്ലേ, നമുക്കൊന്നുമില്ലെങ്കിൽ തടി കിട്ടും. നമ്മൾ മേടിക്കുമ്പോൾ എന്തായാലും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മേടിക്കുക, അല്ലാണ്ട് രക്തചന്ദനത്തിൻ്റെ പൊടി, ചന്ദനത്തിൻ്റെ പൊടി അങ്ങനത്തെ ഒന്നും മേടിക്കാനായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ റിയൽ ആയിട്ടുള്ള നമുക്ക് തടിക്കഷ്ണം കിട്ടും. അതായത് രക്തചന്ദനത്തിൻ്റെ ഒരു തടിക്കഷ്ണം കിട്ടും, അതല്ലെങ്കിൽ സാധാരണ ചന്ദനത്തിൻ്റെ തടിക്കഷ്ണമില്ലേ. അപ്പോൾ ഈ രണ്ട് ഐറ്റംസിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ അതെടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഗ്ലിസറിൻ വേണം. ഒരു 1/4 ടീസ്പൂണോളം ഗ്ലിസറിൻ, 1 ടീസ്പൂണോളം എന്നുള്ള രീതിക്ക് രക്തചന്ദനം കൂടി വേണം, അതല്ലെങ്കിൽ ചന്ദനപ്പൊടി. പൊടി മീൻസ് ഈ പറയുന്ന തടി ഉരച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ ചന്ദനം അല്ലെങ്കിൽ രക്തചന്ദനം, അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോളം ഗ്ലിസറിൻ ചേർക്കാം. പിന്നെ ഒരു 2-3 ഡ്രോപ്സ് വൈറ്റമിൻ ക്യാപ്സ്യൂള്. വൈറ്റമിൻ ക്യാപ്സ്യൂളിൻ്റെ ഗുണം ഞാൻ പറയുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് സ്മൂത്ത് ആക്കി തരുന്നൊരു കാര്യമാണ്. സ്കിൻ മാത്രമല്ല, നമ്മുടെ ഹെയറിനും വൈറ്റമിൻ ക്യാപ്സ്യൂൾ ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ 3 കൂട്ടും കൂടി ചേർത്തിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. അതിനുശേഷം ഫേസിലേക്ക് അപ്ലൈ ചെയ്തെടുക്കുക. ഒരു 20 മിനിറ്റ്സിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം. അതും ഇട്ടതിന് ശേഷം നമ്മൾ മാക്സിമം ഇതേപോലത്തെ മാസ്കുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ എങ്ങനെയാണോ ഫേസ് വെച്ചേക്കുന്നത് അതേപോലെ തന്നെ ഇരിക്കുക. അതല്ലാണ്ട് വേറെ കോപ്രായങ്ങളൊന്നും കാണിച്ച് നമ്മൾ കുളമാക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ മാസ്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു കാര്യമാണ് അലോവേര എന്ന് പറയുന്നത്. അപ്പോൾ ഈ അലോവേരയുടെ നമ്മൾ 2 കഷ്ണാക്കി മാറ്റുക. അതിന് ശേഷം അതിലുള്ള ജെല്ലില്ലേ, അത് നമുക്ക് സ്പൂൺ കൊണ്ട് വടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഈ പറഞ്ഞ 2-3 തുള്ളി വൈറ്റമിൻ ക്യാപ്സ്യൂളും ഇടുക. എന്നിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്തെടുക്കുക. അപ്പോൾ അലോവേര ജെൽ അലർജി ഉള്ളവരാണെങ്കിൽ ഇത് ഉപയോഗിക്കേണ്ട, അതല്ലാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇതിട്ടതിന് ശേഷം നമ്മൾ ഇത് ഇട്ടുകൊണ്ട് കിടന്നുറങ്ങിയാലും പ്രശ്നമില്ല. കാരണം അത്രയും നല്ലൊരു കാര്യമാണ് ഈ അലോവേര ജെല്ലും വൈറ്റമിൻ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നല്ല ഏത്തപ്പഴമില്ലേ, നല്ല പഴുത്ത് പളപളാന്നിരിക്കണ ഏത്തപ്പഴമില്ലേ, ആ ഏത്തപ്പഴം മിക്സിയിലിട്ട് നല്ല പോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ലൂസാക്കിയതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്തെടുക്കുക. ഏത്തപ്പഴം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേറൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മുടെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ല ഓട്സിൻ്റെ പൗഡർ കിട്ടുമോ നോക്കുക. അതായത് ഓട്സ് മേടിച്ചതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് നല്ലപോലെ ഫൈനായിട്ട് പൗഡറായിട്ട് അരച്ചെടുക്കണം. തരിതരികളൊന്നും പാടില്ല. അതിലേക്ക്
അതൊന്ന് പേസ്റ്റ് ആവുന്ന രീതിയിൽ നമുക്ക് തേനും വേണം. അപ്പോൾ നമ്മൾ എന്തോരം നമ്മുടെ ഫേസിലേക്ക് 1 ടീസ്പൂൺ ഓട്സ് എടുക്കുകയാണെങ്കിൽ അതൊന്ന് പേസ്റ്റ് ആവാനായിട്ടുള്ള രീതിക്ക് നല്ല നാടൻ തേൻ എടുക്കണം. അല്ലാണ്ട് ശർക്കര നീരൊന്നും, അതായത് ശർക്കര നീര് കൊണ്ട് ഉണ്ടാക്കിയ തേനൊന്നും നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. നല്ല ശുദ്ധമായിട്ടുള്ള തേൻ കിട്ടുകയാണെങ്കിൽ അത്, അതുപോലെ ഓട്സ് ആണെങ്കിൽ നല്ല ഫൈനായിട്ട് പൗഡറായിട്ട് അരച്ചെടുക്കുക. രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്തെടുക്കുക. ഇതൊരു 1 അവറെങ്കിലും നമ്മൾ ഫേസിലിട്ടിട്ട് വാഷ് ചെയ്ത് കളയുക. ഇതൊക്കെ ഒരു 10 ദിവസം തന്നെ ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവും നമ്മുടെ ഫേസിൽ. അത് ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ. അല്ലാണ്ട് ഇതിപ്പോൾ ഇങ്ങനെ കേട്ടിട്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നൊരു കാര്യമില്ല. നമ്മൾ ഇന്നിപ്പോൾ ഇത് കേട്ടതിന് ശേഷം ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തൊരു 10 ഡേയ്സിനുള്ളിൽ തന്നെ നമ്മുടെ ഫേസിന് അതനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഈ കാര്യം ഒന്ന് ഫോളോ ചെയ്യുക. ഇനി നമ്മുടെ അടുത്തൊരു മാസ്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറച്ച് ഓട്സ് പൗഡർ വേണം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം, ഇപ്പോൾ നമ്മുടെ ഫേസിൽ എന്തോരം, ഇപ്പോൾ 1 ടീസ്പൂണോളം ഓട്സ് പൗഡർ, അതായത് ഓട്സ് പൊടിച്ച് നല്ല പൗഡർ ആക്കിയതിന് ശേഷം അത് 1 ടീസ്പൂൺ വേണം. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോളം യോഗട്ട് വേണം. തൈരിൻ്റെ മറ്റൊരു വേർഷനാണ്, കുറച്ചും കൂടി ഐറ്റംസ് വേറെ നല്ല നല്ല ബാക്ടീരിയ, നല്ല ഈ യോഗട്ട് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി നല്ല ബാക്ടീരിയസ് ഒക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമ്മുടെ ഫേസിലേക്ക് ചെല്ലുന്നത് നല്ല കാര്യമായിരിക്കും. അപ്പോൾ യോഗട്ട് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, ഈ മൂന്നും കൂടി നല്ലപോലെ മിക്സാക്കി ഒരു പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതും ഞാൻ പറഞ്ഞ പോലെ ഒരു 10 ഡേയ്സ് എങ്കിലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു മാസ്കിലേക്ക് കിടക്കാം. അതായത് നമ്മുടെ ഓട്സ് പൗഡറും ഫ്ലാക്സ് സീഡും, ഇത് രണ്ടും നല്ലപോലെ പൊടിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് റോസ് വാട്ടർ മിക്സ് ചെയ്യുക. ഫേസിലേക്ക് അപ്ലൈ ചെയ്തെടുക്കുക. കഴിഞ്ഞു. ഇത്രയും ഞാൻ ഈ പറഞ്ഞ 5-6-7 കാര്യങ്ങളുണ്ട്. ഈ ഒരു മാസ്ക് നമ്മൾ ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ ഡെയിലി, നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടും ഏറ്റവും സമയം കളയാത്ത രീതിയിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഏതാണ് ചെയ്യാനത് നിങ്ങൾക്ക് എളുപ്പം. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യണമെങ്കിൽ ഏത്തപ്പഴം എല്ലാവരുടെയും വീട്ടിലുണ്ടാകും. നല്ല പഴുത്തതൊക്കെ ആണെങ്കിൽ എന്തായാലും ഉണ്ടാകും. ഇപ്പോൾ ചിലർക്കാണെങ്കിൽ പഴുത്ത പഴം, അതായത് കറുത്ത തൊലി വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പഴം തിന്നാനൊരു താല്പര്യം ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ളവർ ഇതേപോലെ അത് അരച്ച് ഫ്രിഡ്ജിലോട്ടൊന്ന് വെക്കാം. ഒരാഴ്ചയോളം നമുക്ക് എന്തായാലും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് എടുത്തിട്ട് അതൊക്കെ 2 പ്രാവശ്യം നമുക്ക് 2 നേരത്തിൻ്റെ തേക്കാൻ പറ്റും. കാരണം പ്രത്യേകിച്ച് അതിലേക്കൊന്നും ആഡ് ചെയ്യുന്നില്ല. അത് മാത്രം കുറച്ചൊന്ന് ഭയങ്കര ക്രീമി ആയിട്ടിരിക്കണമെങ്കിൽ ഒരു ഇച്ചിരിക്കോളം വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഫേസിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഫേഷ്യൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഫേഷ്യൽ മസാജ് അറിയാത്തവർക്ക് അറിയാമല്ലോ, വെറുതെ റൗണ്ട് മസാജ് ചെയ്യുക, ഇങ്ങനെ കാണിക്കുക. നമ്മുടെ ഫേസിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 2-3 മിനിറ്റത്തെ ഒരു മസാജും കൂടി കൊടുക്കുക. എന്നിട്ട് 20 മിനിറ്റ്സ് അല്ലെങ്കിൽ അരമണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് കളയുക. അതല്ല അങ്ങനെ കിടന്നുറങ്ങാനായിട്ട് പ്രശ്നമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കിടന്നുറങ്ങിയാലും പ്രശ്നമില്ല. ഉറുമ്പരിക്കാണ്ട് നോക്കണം പിറ്റേ ദിവസം ആകുമ്പോഴേക്കും. അപ്പോൾ ഇത്രയുമാണ് എനിക്കിന്ന് ഈ പറഞ്ഞ റിങ്കിൾസിനെയൊക്കെ പറ്റി. റിങ്കിൾസൊക്കെ നമുക്ക് എങ്ങനെ ഒന്ന് കുറയ്ക്കാൻ പറ്റും. അതല്ലാണ്ട് നമ്മളിപ്പോൾ ഏതെങ്കിലും ഡെർമറ്റോളജിസ്റ്റിനെ കാണുകയാണെങ്കിൽ റിങ്കിൾസൊക്കെ മാറ്റാനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മുടെ നാടനായിട്ടുള്ള കുറച്ച് പൊടിക്കൈകളൊക്കെ വെച്ചുകൊണ്ട് നമുക്കിതൊക്കെ കുറയ്ക്കാൻ പറ്റുമെന്ന് അറിയാമെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ ഈ ഇപ്പോൾ പൈസ ഇല്ലാത്തവർ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി ആ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കാൻ പോകണം, ശരിയല്ലേ? അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പൊടിക്കൈകളും അതുപോലെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള, നമ്മൾ ശീലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ചിട്ടകളുണ്ട്. അതായത് ഞാൻ പറഞ്ഞു, ഏറ്റവും മെയിനായിട്ട് നല്ലപോലെ വെള്ളം കുടിക്കുക, കൃത്യമായിട്ട് കിടന്നുറങ്ങുക, വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള എല്ലാ ഫുഡും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് തന്നെ പറ്റും, നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. പിന്നെ എന്താ പറയുക, പിന്നെ നമ്മൾ ഇപ്പോൾ ബീഫ് ചിക്കനൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് കൂടുതലാവാൻ നിൽക്കരുത്. ഇപ്പോൾ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കുക, ചോറ് തിന്നുമ്പോൾ കുറേ ചോറെടുക്കും, എന്നിട്ട് കുറേ കറി എടുക്കും. അപ്പോൾ രണ്ടിലാണെങ്കിലും ഭയങ്കരമായിട്ടുള്ള ഫാറ്റ്സ് ഒക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ കറികളൊക്കെ എടുക്കുമ്പോൾ പച്ചക്കറികളൊക്കെ എത്രത്തോളം കൂട്ടിയാലും പ്രശ്നമൊന്നുമില്ല. ഇതേപോലത്തെ ഫാക്റ്റ് കൂടുതലിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അത് ആവശ്യത്തിന് എടുക്കുക. അപ്പോൾ അതൊക്കെ തന്നെ മെയിനായിട്ടുള്ളൊരു കൺട്രോളിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെന്താ പറയുക, പിന്നെ നമ്മൾ ഡെയിലി ഫുഡ് കഴിക്കുമ്പോൾ അതിൽ വെജിറ്റബിൾസ് ഉൾപ്പെടുത്താൻ നോക്കുക. അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ മാക്സിമം നമ്മുടെ ഒരു ഡെയിലി ഹാബിറ്റായിട്ട് കഴിക്കാനായിട്ടുള്ള ഒരു ഡെയിലി ഫുഡായിട്ട് എടുക്കുക. ഇപ്പോൾ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ എഗ്ഗ് ഉൾപ്പെടുത്തുക, ഫിഷ് ഉൾപ്പെടുത്തുക, മീറ്റ് ഉൾപ്പെടുത്തുക, ചിക്കനൊക്കെ ഉൾപ്പെടുത്തുക. കാരണം ഇതിലെല്ലാം നമ്മുടെ ശരീരത്തിലേക്കുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇവരുടെ ഇപ്പോൾ നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ അവർ പയറ്, അതുപോലെ പരിപ്പ്, കടല, അങ്ങനത്തെ പാല്, അതൊക്കെ മസ്റ്റായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മുടെ സ്കിൻ നല്ല
നല്ല ഗ്ലോ ആവുകയും പിന്നെ എന്താ പറയുക റിങ്കിൾസൊക്കെ മാറ്റി നമുക്ക് നല്ല സുന്ദരന്മാരൊക്കെ ഇട്ടിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ നല്ലപോലെ കിടന്നുറങ്ങുക. ഏറ്റവും മെയിൻ ഞാൻ പറയുന്നത് നല്ലപോലെ കിടന്നുറങ്ങുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ഇത്രയും നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും വിത്തിൻ 1 മന്ത് നല്ല റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഫേസ് ചെയ്യുന്നവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ.